എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് കുഷ്യൻ കവറാണ് കേട്ടോ. കുഷ്യൻ കവർ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം അതിന് ലെങ്ത്തും ബ്രെത്തും ഒക്കെ നമുക്ക് അളവെടുക്കണം ആദ്യം. പിന്നെ അതേപോലെ തന്നെ സിബ് പിടിപ്പിക്കുന്നതും ഉണ്ട്, വള്ളി വെച്ച് കെട്ടുന്നതുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോരി ഉപയോഗിച്ച് ഒക്കെ വേണമെങ്കിൽ നല്ല ഭംഗിക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു കുഷ്യന് കവർ ഇട്ടത് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കണ്ട കവറ്, ഇത് നല്ല ഭംഗിയുള്ള കവറും ബാക്കിയുള്ള രണ്ടും ഭംഗിയൊക്കെ തന്നെ ഉണ്ട്, പക്ഷേ പ്ലെയിനാണ്, കാണാൻ എന്ത് നല്ല ഭംഗിയാണല്ലേ. അതേപോലെ തന്നെ ഇത് കണ്ട, ഇതൊരു വെൽവെറ്റ് പീസാണ്. ഇതിനും അതേപോലെ തന്നെ കുഷ്യൻ കവറൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെ ഹാങ്ങിങ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതും അതേപോലെ തന്നെ സെൻറ്ററിൽ സിബ് വെച്ച് തയ്ച്ചേക്കണേണ്. ഇത് ഇപ്പോൾ സെൻറ്ററിൽ സിബ് വെച്ച് തയ്ക്കുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരില്ല കേട്ടോ, കാരണം അത് കുറച്ച് പണിയൊക്കെ ഉണ്ട്. നല്ലോണം നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ അതൊക്കെ പറഞ്ഞു തരുള്ളൂ. സാധാരണ നമ്മളിവിടെ ഓപ്പൺ വെച്ചിട്ട് വള്ളി ഉപയോഗിച്ചിട്ടാണ് തയ്ക്കുന്നത്. പിന്നെ സിബിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമേ സിബ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു തരുള്ളൂ കേട്ടോ. അപ്പം നമുക്കിതിന് മെഷർമെൻറ്റ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് ഇത് കണ്ട, ഇങ്ങനെ വേണം ലെങ്ത്ത് എടുക്കാനായിട്ട്. ഈ ലെങ്ത്ത് എടുക്കുമ്പോൾ 16 ഇഞ്ചാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത്. നോക്കിക്കേ, 16 ഇഞ്ചാണ് ലെങ്ത്ത്. ഇനി അടുത്തത് നമുക്ക് ബ്രെത്ത്. ലെങ്ത്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകൾ ഭാഗത്ത് നമ്മൾ മടക്കി അടിക്കുന്ന തയ്യൽ തുമ്പെടുക്കും. അപ്പോൾ അതിന് നമ്മൾ കൂട്ടുന്നത് 1 ഇഞ്ചും ഇവിടെ താഴ്ഭാഗത്തായിട്ട് തയ്ക്കാൻ എടുക്കുന്നത് 1/2 ഇഞ്ചുമാണ്. രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യണമല്ലോ. പിന്നെ ഇവിടുത്തെ ഇത് കൊടുക്കുക. ലെങ്ത്തും ബ്രെത്തും ഒക്കെ സെയിം തന്നെയുണ്ട്. 16 ഇഞ്ച് തന്നെയാണ് നമുക്ക് ലെങ്ത്തും ബ്രെത്തൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അരയും ഇവിടെ അരയും എടുക്കുള്ളൂ. ആകെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് മാത്രമേ നമ്മൾ 1 ഇഞ്ച് കൂടുതൽ എടുക്കുള്ളൂ. അതും നിങ്ങളെ മടക്കി തയ്ക്കണ ഇഷ്ടം പോലെ എടുക്കും. മടക്കി തയ്യലെന്ന് പറയുമ്പോൾ 1 ഇഞ്ചിൽ തയ്ക്കാം, 1.5 ഇഞ്ചിൽ തയ്ക്കാം. അപ്പോൾ ടോട്ടല് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പം ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ ഈ ഭാഗത്ത്, ഈ ഫോൾഡായിട്ടുള്ള ഭാഗത്ത്, ഇവിടെ തയ്ക്കുന്ന ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് എടുക്കുള്ളൂ. ഇവിടെ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്താണെങ്കിൽ നമ്മൾ 1.5 ഇഞ്ചോ 1 ഇഞ്ചോ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ മടക്കി അടിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് നമുക്ക് മെഷർ കൂടുതലെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ബ്രെത്തിലും ഇതേപോലെ 1/2 ഇഞ്ച് എടുക്കുള്ളൂ. ഈ ഭാഗത്ത് ഇപ്പുറവും 1/2 ഇഞ്ച് തന്നെ എടുക്കുള്ളൂ കേട്ടോ. അപ്പം ഈ ലെങ്ത്തിൻ്റെ കൂടെ ബ്രെത്തിൻ്റെ കൂടെ കൂട്ടുന്നത് എത്രയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ലെങ്ത്തിൻ്റെ ഭാഗത്ത് ടോട്ടൽ 2 ഇഞ്ച് എടുക്കാം നമുക്ക്. ഇവിടെ 1/2 ഇഞ്ച്, ഇവിടെ 1.5 ഇഞ്ച്, ഇവിടെ നമുക്ക് 1 ഇഞ്ച് എടുക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് തുണിയിൽ വെട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു തുണി എടുക്കുക. പഴയ തുണി എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ഒരു വെട്ടം തയ്ച്ചതിന് ശേഷം മാത്രം പുതിയ തുണിയിൽ തയ്ച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫോൾഡായിട്ടാണ് കേട്ടോ ഞാൻ മടക്കിയിട്ടേക്കണം. അങ്ങനെ മടക്കിയിടണം എന്നില്ല, കാരണം ഒരു വശം നമുക്ക് തയ്യൽ കൊടുത്തില്ലെങ്കിൽ നമുക്ക് തയ്ക്കാൻ വളരെ എളുപ്പമാണ്. ബാക്കി 3 വശം മാത്രം തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ ലെങ്ത്ത് നമ്മളിവിടെ എടുത്തിരുന്നത് 16 ഇഞ്ചല്ലേ. അപ്പോൾ 16 ഇഞ്ചിൻ്റെ കൂടെ ടോട്ടൽ 2 ഇഞ്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി 18 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. എപ്പോഴും ബിഗിനേഴ്സിന് അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ വരക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. ഇത് എൽ സ്കെയിൽ എന്ന് പറയും. അതായത് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ ലെങ്ത്തും എല്ലാം അടയാളപ്പെടുത്താൻ പറ്റുക, ഒട്ടും ചരിഞ്ഞു പോകില്ല. ചോക്കിൽ ഒരു അളവ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ വരക്കാം. ഇങ്ങനെ വെക്കുക, നോക്കിക്കേ, ഒന്നല്ലെങ്കിൽ ഇതിങ്ങനെ വെക്കാം. അപ്പോൾ ഈ സൈഡ് വശം കണ്ട കറക്റ്റായിട്ട് നിൽക്കും. അപ്പം നമുക്ക് അളവ് വരക്കാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം. പല മെത്തേഡിൽ വെക്കാം കേട്ടോ നമുക്കിത്. ഇത് നോക്കിക്കേ, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും വെക്കാം. അപ്പോൾ നമുക്ക് അളവെടുക്കാനും എളുപ്പമാണ്. ഇതിൻ്റെ നമ്പർ പോയേക്കണ കണ്ടായിരുന്നോ നിങ്ങൾ? 1 2 3 ഇങ്ങനെയാണ് പോയേക്കണത്. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കറക്റ്റ് ആയിരിക്കുള്ളൂ നമ്പർ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റേത് ബ്രെത്ത് പറഞ്ഞിരിക്കുന്നത്, ഇതിപ്പോൾ നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിരുന്നു. ഇനി ബ്രെത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എത്രയാണ്? 16 ഇഞ്ച് തന്നെയാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയാൽ മതിയാവും. അങ്ങനെ 17 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം ഈ സ്കെയിൽ ഉണ്ടെങ്കിൽ ബിഗിനേഴ്സിന് വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്.
ടേപ്പ് ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് വരച്ചു കൊടുക്കാം. വെട്ടാനായിട്ടില്ല കേട്ടോ, വരച്ചു കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. 17 നമുക്ക് വരച്ചു കൊടുക്കാം. നോക്കിക്കേ, വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാം. അപ്പം ഒരു വശത്തത് മാത്രമേ ആയിട്ടുള്ളൂ. നമുക്കിനി 2 വശത്തത് വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതിനങ്ങോട്ട് മടക്കിയിടണം. ഈ അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് മടക്കിയെടുക്കാം. ഏതെങ്കിലും ഒരു വശം നമുക്ക് തയ്ക്കാതെ അങ്ങോട്ട് ബാക്കിയുള്ള വശം മാത്രം തയ്ച്ചാൽ മതിയാവും. ഇത് വലിയ തുണിയായതുകൊണ്ട് മടക്കാൻ കുറച്ച്, അത് വീഡിയോ പിടിക്കുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ മെഷർ കറക്റ്റാണെന്ന് നോക്കാം നമുക്ക്. ഇത് കണ്ട, ഇവിടെ നിന്ന് നമുക്ക് അളന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, ഒരു 18 കാലൊക്കെ വന്ന് നിൽപ്പുണ്ട്. അത് നമുക്ക് തയ്യൽ തുമ്പിൽ വശത്തൊക്കെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇവിടുത്തെ ബ്രെത്ത് നമുക്ക് നോക്കണം, അത് 17 ഇഞ്ചാണെന്ന്. അപ്പോൾ നമുക്ക് 17 ഇഞ്ച് നമുക്ക് ഇത് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. ഇത് നോക്കിക്കേ, കറക്റ്റായിട്ട്. അപ്പം ഇവിടെയും കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ, എന്നാലും മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല സ്ക്വയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. ബിഗിനേഴ്സിന് വളരെ എളുപ്പവുമാണ് കേട്ടോ. ഇത് കണ്ട, അപ്പം നമുക്ക് ഈ ഒരു വശം തയ്ക്കണ്ട, ഈ മുകൾ വശം മാത്രം നമുക്ക് തയ്ച്ച് കൊടുത്താൽ മതി. മടക്കി തയ്ക്കാൻ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് അത്. ഇനി ഇതിങ്ങനെ മാത്രമല്ല കേട്ടോ വെട്ടല്, നമുക്ക് ഈ കുഷ്യൻ ഇങ്ങനെ വെച്ചിട്ടാണെങ്കിലും ചുറ്റിനും ഇങ്ങനെ വരച്ചിട്ട് എക്സ്ട്രാ വരച്ചിട്ട് വെട്ടിക്കൊടുക്കാം. ചിലവർക്ക് അതാണ് ഇഷ്ടം. എപ്പോഴും നല്ലത് അളവെടുത്ത് തയ്ക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്കിത് വെട്ടിക്കൊടുക്കാം. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് കേട്ടോ. പെട്ടെന്ന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അടുത്ത വീഡിയോയിൽ ഇടുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.